സിംഗപ്പൂരിൽ നിന്നും വിഴിഞ്ഞത്തെത്തുന്ന MSC കപ്പൽ അവിടെ നിന്നും സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്കും തുടർന്ന് ബാഴ്സലോണ തുറമുഖം വഴി അവസാന കേന്ദ്രമായ ഇറ്റലിയിലെ ജിയോയ ടോറോ തുറമുഖത്തേക്കുമാണ് പോവുക. ജേഡ് സർവീസിൽ ഇടം പിടിച്ചതോടെ ദക്ഷിണേഷ്യയുടെ ചരക്ക് ഗതാഗത മുഖമായി വിഴിഞ്ഞം മാറുകയാണ്. ഇതോടെ ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വന്ന് കേന്ദ്രീകരിക്കുകയും ചെറുകപ്പലുകളായി മറ്റു തുറമുഖങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറും. പദ്ധതിയിൽ 60% നിക്ഷേപം നടത്തുന്ന സംസ്ഥാന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ലാത്ത കരാറായിരുന്നു നേരത്തെ ഒപ്പിട്ടത്. 40 വർഷത്തേക്കുള്ള ആ കരാർ പ്രകാരം BOT വ്യവസ്ഥയിലുള്ള പദ്ധതിയിൽ 20 വർഷം സർക്കാരിന് ലാഭവിഹിതം ഇല്ലാത്ത നിലയായിരുന്നു. 21ാമത്തെ വർഷം മാത്രം 1% ലാഭവിഹിതം ലഭിക്കും. പിന്നീട് ഓരോ വർഷവും 1% വീതം അധിക ലാഭവിഹിതം. കരാറിൽ നിന്ന് പിന്മാറിയാൽ സർക്കാരിന് വൻ നഷ്ടപരിഹാരം നൽകേണ്ട വ്യവസ്ഥയും ഉണ്ടായിരുന്നു. ഇവിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് LDF സർക്കാർ സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ ഒപ്പുവെച്ചതിൻ്റെ പ്രാധാന്യം. പലവിധ കാരണങ്ങളാൽ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ വൈകിയ സാഹചര്യത്തിൽ തുറമുഖത്തിൽ നിന്നുള്ള വരുമാനം സംസ്ഥാനത്തിന് 2039 മാത്രമേ ലഭിക്കൂ എന്നതായിരുന്നു നേരത്തെ ഉണ്ടായ സാഹചര്യം. അതായത് പഴയ കരാർ പ്രകാരം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം 15ാം വർഷം മുതലാണ് സംസ്ഥാന സർക്കാരിന് തുറമുഖ വരുമാനത്തിൻ്റെ വിഹിതം ലഭിച്ചു തുടങ്ങുക. ഇപ്പോൾ ഒപ്പുവെച്ച സപ്ലിമെൻ്ററി കരാർ പ്രകാരം 2034 മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും. മാത്രമല്ല മൂല കരാർ പ്രകാരം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അന്തിമഘട്ടം പൂർത്തിയാക്കേണ്ടത് 2045 എന്നാൽ LDF സർക്കാർ ഒപ്പുവെച്ച സപ്ലിമെൻ്ററി കരാർ പ്രകാരം 2028 തന്നെ എല്ലാവിധമായ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാവും. സംസ്ഥാന സർക്കാരും അദാനി കമ്പനിയും തമ്മിലുള്ള ആർബിട്രേഷൻ നടപടികൾ ഒഴിവാക്കി പുതിയ കരാറിലേക്ക് എത്തിയതോടെയാണ് നിർമ്മാണ പ്രവർത്തനം നിശ്ചയിച്ച സമയക്രമത്തിനേക്കാൾ വേഗത്തിലായത്. അതായത് 2045 മാത്രം തീരേണ്ട പദ്ധതി 17 വർഷങ്ങൾക്ക് മുൻപ് 2028 തന്നെ തീരുന്ന നില ഉണ്ടാവുന്നത്. 2028 തുറമുഖ നിർമ്മാണത്തിൻ്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം TEU ആയിരിക്കും. ഇതിനായി 10,000 കോടി രൂപയുടെ ചിലവാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ തുക പൂർണ്ണമായും അദാനി പോർട്സ് ആയിരിക്കും വഹിക്കുക. വിഴിഞ്ഞം ഒരു യഥാർത്ഥ മൾട്ടി മോഡൽ ഹബ്ബാണ്. ദേശീയപാത 66 ചുരുങ്ങിയ സമയത്തിൽ പ്രവേശനം സാധ്യമാക്കുന്ന റോഡ് കണക്ടിവിറ്റി, ഭാവിയിലെ വർദ്ധിച്ച ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കേരളത്തിലെ ആദ്യത്തെ ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച് എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. നിർമ്മാണം ഉടൻ ആരംഭിക്കുന്ന റെയിൽപാത രാജ്യത്തിൻ്റെ റെയിൽ ശൃംഖലയുമായി തുറമുഖത്തെ നേരിട്ട് ബന്ധിപ്പിക്കും. തുറമുഖത്തു നിന്നും കേവലം 15 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തുറമുഖത്തിൻ്റെ സംയോജിത കണക്ടിവിറ്റി പൂർണ്ണമാക്കുന്നു.
തുറമുഖം പൂർണ്ണശേഷി കൈവരിക്കുന്നതോടുകൂടി കേരളത്തിൽ വലിയ തോതിലുള്ള വാണിജ്യ വ്യാവസായിക വളർച്ചയുണ്ടാകും. അങ്ങനെ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയായും സമൂഹത്തിൻ്റെ കൈത്താങ്ങെന്ന നിലയിലും വിഴിഞ്ഞം ഒരു ശക്തമായ സാമ്പത്തിക എഞ്ചിനായി മാറുകയാണ്. പദ്ധതിക്കായി 61.83% തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ VGF ഗ്രാൻറ്റ് എന്ന സഹായത്തിന് പകരമായി ലഭിക്കുന്ന ലാഭവിഹിതത്തിൻ്റെ ഷെയറാണ് ചോദിച്ചിരിക്കുന്നത്. തുറമുഖത്തിന് 8,680 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. ഇതിൽ 5,370 കോടി 86 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരും 2,497 കോടി രൂപ അദാനി പോർട്സും വഹിക്കും. വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണെന്ന് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും കണ്ടെയ്നർ കൈമാറ്റം നടത്തുന്നു. ടെർമിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി TOS ചേർന്ന ആധുനിക ഓട്ടോമേഷൻ സാങ്കേതിക വിദ്യകൾ ഈ തുറമുഖം കപ്പലുകളുടെ തിരികെ പോയ സമയം കുറച്ച് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗതമായി പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ജോലിയായ CRMG ക്രെയിൻ ഓപ്പറേറ്ററായി സ്ത്രീകളെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളെ നിയമിച്ച് വിഴിഞ്ഞം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നു. IIT മദ്രാസും മാരിടൈം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ച AI, റഡാർ, സെൻസർ എന്നിവ ഉപയോഗിച്ച പുതിയ തലമുറ വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം VTMS കപ്പലുകളുടെ ചലനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നു. പരീക്ഷണ പ്രവർത്തന വേളയിൽ തന്നെ മികച്ച പ്രകടനം തുറമുഖത്തിന് കാഴ്ചവെക്കാൻ കഴിയും. നേരിട്ട് 755-ലധികം തൊഴിലവസരങ്ങൾ ഇതിനകം സൃഷ്ടിച്ചിട്ടുണ്ട്. 67% ജീവനക്കാരും കേരളത്തിൽ നിന്നുള്ളവരാണ്. 35% പേർ വിഴിഞ്ഞം തദ്ദേശീയരും. തുറമുഖ വികസനം നാടിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വളർച്ച കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നതിൻ്റെ തെളിവാണിത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കടൽ നികത്തിയെടുത്തിട്ടുണ്ട്. തുടക്കത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിവേഗത്തിലാണ് പുലിമൂട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2,960 മീറ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ 2,500 മീറ്ററോളം എക്രോപോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഔട്ടർ ഇന്നർ അപ്രോച്ച് ചാനൽ, ടേണിംഗ് പോക്കറ്റ്, ബെർത്ത് പോക്കറ്റ് എന്നിവയ്ക്ക് ആവശ്യമായ ആഴം കൈവരിച്ചിട്ടുണ്ട്. ബ്രേക്ക് വാട്ടർ കോർ ലെയർ പൂർത്തിയായി. ആർമർ ലെയർ, എക്രോപോഡ് ലെയർ, വേവ് വാൾ എന്നിവയടക്കം നിർമ്മാണങ്ങൾ പൂർത്തിയായി. തുറമുഖത്തെ കെട്ടിടങ്ങൾ, കണ്ടെയ്നർ ബെർത്ത്, കണ്ടെയ്നർ യാർഡ് എന്നിവ പൂർത്തീകരിച്ചു. 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 24 യാർഡ് ക്രെയിനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ടഗ് ബോട്ട്, പൈലറ്റ് കം സർവേ വെസൽ എന്നിവ വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു. തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് മുന്നോടിയായുള്ള എല്ലാ കേന്ദ്ര അനുമതികളും ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്.